അപ്പൊ വന്യമൃഗങ്ങളുടെ സങ്കേതമാണത്. രാമേട്ടന്റെ ഒരു കൃഷി സ്ഥലത്തും പന്നി കുത്തിയതായിട്ടൊന്നുമില്ല. ഇവിടുന്ന് കിട്ടിയതല്ലേ? ദേ ഇവിടുന്ന് കിട്ടിയ വിളവാണ്. ഈ വിളവ് കിട്ടാൻ ഒരു രഹസ്യമുണ്ട്, അത് പറയാം. പാവയ്ക്കൊക്കെ പറിച്ചു വെച്ചേക്കും. അതായത് കണ്ടോ, മുള്ളംപാവയ്ക്ക എന്ന് പറയും. ഇത് പ്രീതി ഇനത്തിൽപ്പെട്ടതാണ്. പ്രീതിയന ശരിക്കും പറഞ്ഞ ഒരു 25 ഇനം ഹെർബൽസ് ആണ്. ഏലത്തിനൊക്കെ കൊടുത്തിട്ട് ബെസ്റ്റ് റിസൾട്ട്. തക്കാളിക്ക് വെച്ചിട്ടേ ഉള്ളൂ, പിടിച്ചു തുടങ്ങി. ദേ കണ്ടോ, ഇതെല്ലാം നമ്മുടെ ആ വളം ഉപയോഗിക്കുന്നില്ലയോ? അതെ, ഈ പച്ചത്തുള്ളൻ, അതുപോലെ വെള്ളീച്ച, അതുപോലെ പുഴുക്കള് ഇവിടെ ആകപ്പെട്ടുള്ളൂ. അപ്പൊ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ഈ കൃഷി രീതി. ഇതിപ്പോ ഏത് വളം ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഉപയോഗിക്കുന്ന എസ്പീസർ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജൈവവളങ്ങൾ. അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണ്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ മണ്ണില് വിരകൾ നാഞ്ഞുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ അടിക്കാൻ കാലത്ത് നമുക്കറിയാം, പയർ നട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം അത് മുഴുവൻ വല പോലെയാവും. ശരിക്കും അരിപ്പ കലം പോലെയാണ്. എസ്പീസർ വളം ഉപയോഗിച്ചപ്പോൾ അങ്ങനെ പ്രശ്നമേ വരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ പച്ചത്തുള്ളൻ, അതുപോലെ വെള്ളീച്ച, അതുപോലെ പുഴുക്കള് ഇവിടെ ആക്രമണമില്ല. എന്ന് മാത്രമല്ല, ഞാൻ ടിഷ്യൂ കൾച്ചർ വാഴ വാങ്ങിച്ചു വെച്ചതിന്റെ പുറകിൽ മയിൽ വന്ന് ഇലകൾ കുത്തിയിരുന്നു. അപ്പോഴാണ് ഈ എസ്പീസറെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ അത് എടുത്തുകൊണ്ട് സ്പ്രേ ചെയ്തപ്പോ വീണ്ടും വെച്ച 3 വാഴയുടെ കുത്തിയതിനു ശേഷം പേരെ കുത്തിയിട്ടില്ല. ഇപ്പൊ പുതിയ തളര് വരുന്നു. ഇത് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ, ശരിക്കും ഇപ്പം തൃശ്ശൂര് കട്ട് പീസ് ഏറ്റവും കൂടുതലും കൊടുക്കുന്ന അതിനൊരു കമ്പനി തന്നെ നമുക്കുണ്ടല്ലോ. കുറെ ആൾക്കാരെ വെച്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വനമാണ്. അതെ, ആ സൈഡ് വന, ക്യാമറ അങ്ങോട്ട് കാണിക്കാം. അവിടെ ഒരു വനമാണ്. വനത്തിന് തൊട്ടിപ്പുറത്താണ് കൃഷി. അപ്പം ഈ കൃഷിയിൽ പ്രത്യേക വേലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത്യാവശ്യം ഇതൊന്നും വരാതിരിക്കുന്നുണ്ടല്ലോ ഇത് നിന്ന് പോകുന്നത്. തീർച്ചയായും. സാർ ഇപ്പൊ ഇതിന് ഏത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്? ഞാൻ SPCയുടെ ബയോ ഗ്രോത്ത് അത് കൊണ്ടുവന്ന് അടിച്ചിട്ട് ഇത് വെറും ഒരു 40 സെന്റ് സ്ഥലത്തുനിന്ന് 150 കിലോ പയർ പറിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് സ്പ്രേ ചെയ്തത്. കാരണം ഇതിന് വേറൊരു എഫക്റ്റും ഇല്ലല്ലോ. 100 ലിറ്റർ കൊള്ളാവുന്ന ചെമ്പിൽ വെച്ച് മോട്ടർ വെച്ച് അങ്ങനെ സ്പ്രേ ചെയ്തപ്പോൾ മാസ്ക് ഒന്നും വെച്ചില്ല. മാസ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ സ്പ്രേ ചെയ്ത് മോട്ടർ വെച്ച്, എനിക്ക് മോട്ടറുണ്ട്, അതുപോലെ 100 ലിറ്റർ കൊള്ളാവുന്ന വലിയൊരു വട്ടച്ചെമ്പുണ്ട് പഴയ കാലത്തിൽ, അത് വെച്ചാൽ സ്പ്രേ ചെയ്തപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി. പലരും കാണാൻ വന്നു ഇവിടെ. ഇത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വഴുതിനയായാലും വെണ്ടയായാലും തക്കാളി ആയാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ തളിര് വരികയും അത് പുഷ്പിക്കുകയും അത് കായ്ക്കുകയും ചെയ്യും. അപ്പൊ ഒരു പുതിയ സസ്യം വെച്ചുണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഫലങ്ങൾ നമുക്ക് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അങ്ങനെ ഗുണം കൂടി ഉണ്ട്, യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നിൽക്കുന്ന വെണ്ടകൾ കട്ട് ചെയ്താൽ ഉടനെ സ്പ്രേ ചെയ്യും. അടുത്ത് ഞാൻ നടാതെ കണ്ടത് അതിൽ നിന്ന് തന്നെ ഇത്രയും വെള്ളം വൈകുന്നുണ്ട്. ഫോറസ്റ്റുകാരെ രാമേട്ടനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തുവാ? DFO ആണ് വന്നത്. അദ്ദേഹമാണ് എനിക്ക് ഈ മരുന്ന് അദ്ദേഹമാണ് തന്നത്. അത് അടിച്ചപ്പോൾ അന്ന് മഴ സമയം. ഏത് മരുന്നത്? SPCയുടെ ബോട്ടിൽ വരുന്ന ഹോമിയോ ഗുളികകളാണ്. രാമേട്ടന്റെ ഒരു കൃഷി സ്ഥലത്തും പന്നി കുത്തിയതായിട്ടൊന്നുമില്ല. ഇപ്പൊ പന്നി ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ദിവസം അടിച്ചപ്പോ പന്നി വന്നു പോയി. സസ്യത്തെ തൊട്ടില്ല. സസ്യം 4 പുറം നടന്നു, കുത്തി മറിച്ചില്ല. ഇപ്പോഴും അവർ പോകുന്നുണ്ട്, പക്ഷെ സസ്യത്തെ തൊട്ടില്ല. അപ്പൊ ആ സസ്യത്തിന് ടേസ്റ്റ്, അവർക്ക് എന്തോ ടേസ്റ്റ് ഉണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ ഒരു മണം ഉണ്ട് അതിനകത്ത്. അതാണല്ലോ അതിന്റെ പ്രാധാന്യം. ഇത് ഞങ്ങൾക്ക് ശ്വാസത. കാരണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഈ മൃഗങ്ങളെ കൊള്ളുന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല.